ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്. ഞാനുള്ളത് കൊട്ടിയൂരാണ്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ അവസാന ചടങ്ങുകളും കാഴ്ചകളുമാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുവാനും മറക്കരുത്. പോകാം നമുക്ക് വീഡിയോയിലേക്ക്. കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് എത്ര തവണ തന്നെ പോയാലും മടുപ്പ് വരില്ല. കാരണം അവിടുത്തെ അന്തരീക്ഷം തന്നെയാണ്. പ്രകൃതി പോലും മന്ത്രജപങ്ങൾ കൊണ്ട് മുഖരിതമായ തിരുവഞ്ചിറയും ചുറ്റുവട്ടങ്ങളും. 28 ദിവസം നീണ്ടുനിന്ന വൈശാഖ മഹോത്സവ ചടങ്ങുകൾ പൂർത്തിയാക്കാതെ നിർത്തിവെച്ച് മുതിരേരിക്കാവിൽ നിന്നും കൊണ്ടുവന്ന പരദേവതയുടെ വാൾ തിരിച്ചെഴുന്നള്ളിക്കുന്ന ചടങ്ങോടുകൂടി ഉത്സവത്തിന്റെ സമാപനം കുറിക്കുകയായി. കിഴക്കേ നട വഴി നടന്നു തുടങ്ങിയാൽ കൊട്ടേരിക്കാവും പരിസരങ്ങളും കഴിഞ്ഞാൽ മാലോം ദേവസ്ഥാനം കഴിഞ്ഞ് മുന്നോട്ട് നടന്നാൽ അമ്മാറക്കല്ലും ഭഗവാന്റെ മണിത്തറയും തിരുവഞ്ചിറയുടെ നടുക്ക് നമുക്ക് ദർശിക്കാം. അതുതന്നെ മഹാപുണ്യമാണ്. മുതിരേരി വാൾ എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്ന തിരുമേനി കുളിച്ചു വന്ന് പ്രാർത്ഥനയ്ക്കിരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അതിന് തണ്ടിന്മേൽ ഇരിക്കുക എന്നാണ് പറയുന്നത്. ഈ സമയം അദ്ദേഹത്തിന് മാറ്റേണ്ട ഓടി വസ്ത്രങ്ങളും ഭണ്ണാരം പെരുക്കേണ്ട പണവും അടിയന്തര യോഗം കൽപ്പിച്ച് പടിഞ്ഞാറ്റയെ ഏൽപ്പിക്കും. അദ്ദേഹം അത് തണ്ടിന്മേൽ കൊണ്ടുവന്ന് വെക്കുകയും ധ്യാനനിരതനായി നിന്ന നമ്പൂതിരി ഉൾവിളി എന്ന പോലെ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് വീണ്ടും കിടാരക്കുണ്ടിൽ മുങ്ങി തറ്റെടുത്ത് ഉത്തരീയം ധരിച്ച് ഭണ്ണാരം പെരുക്കി കലശമണ്ഡപത്തിലും കൂത്തമ്പലത്തിലും നാണയമിട്ട് അമ്മാറക്കല്ലിനും തൊട്ടുതൊഴുത് വാളറയുടെ മുന്നിൽ കൂടിയിരിക്കുന്ന അടിയന്തര യോഗത്തോട് നയനാനുവാദം വാങ്ങി വാളറയിൽ കയറി മുതിരേരി വാൾ എടുത്ത് മണിത്തറയിൽ വരുന്നു. അതിനുശേഷം കാണുന്ന ചടങ്ങ് ഓരോ ഭക്തന്റെ മനസ്സിൽ കാഴ്ചയുടെ നിർവൃതി നൽകുന്നു. 2 ജില്ലകൾ കടന്നു പോകുന്ന വാളിൻ്റെ യാത്ര 2 ജില്ലയിലെയും സായുധ സേനാംഗങ്ങൾ പിന്തുടരും. കണ്ണൂർ ജില്ലയിൽ നിന്നും പുറപ്പെട്ട് വയനാടൻ ചുരം കയറി കണ്ണൂർ ജില്ലയുടെ അതിർത്തി വരെ കേളകം പോലീസിൻ്റെയും അവിടെ നിന്ന് വയനാട് ജില്ലയുടെയും ചുമതലയാണ്. തിരുമേനിക്ക് ചുറ്റും കൂടിയിരിക്കുന്ന ഭക്തർ ഒരുമിച്ച് ഓംകാരം മുഴക്കി നിൽക്കുന്ന അന്തരീക്ഷം. തുടർന്ന് തിരുമേനി നാളത്തിൽ വാളിറക്കി വെച്ച് സ്വയംഭൂ വിഗ്രഹത്തോട് ചേർത്ത് വെക്കും. ഒന്ന് പിന്നോക്കം മാറി പെരുമാളെ സാഷ്ടാംഗം നമസ്കരിച്ച് ചാടി എഴുന്നേറ്റ് ഉഗ്രവേദിയിൽ കയറി ഒരു പിടി തുളസിപ്പൂക്കളോടുകൂടി വാളെടുത്ത് നെഞ്ചോട് ചേർത്ത് വെക്കും. പിന്നീട് മണിത്തറയിൽ നിന്നും ഇറങ്ങി പ്രദക്ഷിണമായി പടിഞ്ഞാറേ നടയിലെത്തി പെരുമാളെ ഒരു നോക്ക് നോക്കി ഓംകാരത്തോടെ പടിഞ്ഞാറേ നട വഴി ഓടിമറയുന്നു. ഭക്തജനങ്ങൾ ഓംകാര മന്ത്രങ്ങൾ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് ഭഗവാന്റെ മുതിരേരിക്കാവിലേക്കുള്ള വാളിൻ്റെ യാത്ര ആരംഭിക്കും. വയനാട്ടിലെ മുതിരേരിക്കാവിൽ കിലോമീറ്ററുകൾ നഗ്നപാതനായി വാൾ കൊണ്ടുപോകുന്ന കാഴ്ച ഓരോ ഭക്തന്റെ മനസ്സിലും ദൈവീകമായ ഒരു സങ്കടം ബാക്കിയാക്കി ആണ് ആ യാത്ര പോകുന്നത്. പോകുന്ന വഴികളിൽ മുഴുവൻ ആ കാഴ്ചകൾ കാണാൻ ഓംകാര മന്ത്രങ്ങളും ഉരുവിട്ട് ഭക്തർ നോക്കി നിൽക്കും.
കുത്തനെയുള്ള ചുരം കയറി തിരുമേനി ഒരു വിഷമമോ ക്ഷീണമോ കൂടാതെ വയനാട് ജില്ലയിലെ 42 മൈൽ എന്ന സ്ഥലത്ത് എത്തിച്ചേരുന്നു. അവിടെ നിന്ന് വിജനമായ വനത്തിൽ കൂടി പ്രവേശിച്ച് കാട്ടുവഴികളിൽ കൂടി സഞ്ചരിച്ച് വയനാട്ടിലെ മുതിരേരിക്കാവിൽ എത്തിച്ചേരുന്നു. കൊട്ടിയൂരിൽ നിന്നും വാള് മുതിരേരിക്കാവിൽ എത്തിയാൽ മാത്രമേ ഇവിടേക്ക് ഭക്തജനങ്ങൾക്ക് പോലും പ്രവേശനമുള്ളൂ. അത്രയും നാൾ വഴികൾ എല്ലാം കാട്ടുമുള്ളുകൾ ഉപയോഗിച്ച് അടച്ചുവെക്കും. നമ്മളിപ്പോൾ ചുരം കയറി കുറേ മുകളിലെത്തിയ താഴോട്ടുള്ള കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ ഈ ചുരം വഴി വരുവാണെങ്കിൽ ഭയങ്കര ഭംഗി ആസ്വദിക്കാൻ പറ്റും. അത്രയും മനോഹര കാഴ്ചകൾ ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഒരു സൈഡ് വയനാടൻ ചുരവും മറു സൈഡ് കുടകമലകളും നിരന്നു നിൽക്കുന്ന പശ്ചിമഘട്ട കാഴ്ചകൾ ഇവിടെയുള്ള പ്രകൃതിക്ക് പോലും ഭംഗിയേറെയാണ്. ഈ കാഴ്ചകളൊക്കെ നിങ്ങൾ ആദ്യമായി കാണുന്നുവെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുവഴിയൊക്കെ യാത്ര ചെയ്യുക. ഇപ്പോൾ തിരുമേനി വയനാടൻ ചുരത്തിൻ്റെ ഏതാണ്ട് അവസാന ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. തന്നെയുള്ള കയറ്റം കയറുന്നുണ്ടോ എങ്കിലും തിരുമേനിക്ക് യാതൊരു ക്ഷീണമോ മറ്റു പ്രശ്നങ്ങളോ ഒന്നുമില്ല. ഭഗവാന്റെ വാള് നെഞ്ചോട് ചേർത്ത് മൗനമായ ഓംകാര മന്ത്രവും ഉരുവിട്ട് തിരുമേനി മുതിരേരി ലക്ഷ്യമാക്കി നീങ്ങുകയാണ്. കൊട്ടിയൂരിൽ നിന്നും പുറപ്പെട്ട മുതിരേരി വാളിൻ്റെ കാഴ്ച വയനാട് ജില്ലയുടെ തുടക്ക പ്രദേശമായ 42 മൈലിൽ എത്തിയിരിക്കുന്നതാണ് കാണുന്നത്. ഇവിടെ നിന്നും തിരുമേനി ഉൾവനത്തിൽ കൂടി സഞ്ചരിച്ച് മുതിരേരിക്കാവിൽ എത്തിച്ചേരുന്നു. ഇനിയും ഒരു 2-3 മണിക്കൂർ യാത്ര തിരുമേനിക്ക് ബാക്കിയുണ്ട്. ഏതാണ്ട് 1 മാസം നീണ്ട ഉത്സവ കാഴ്ചകൾ പെട്ടെന്ന് തീർന്നതുപോലെ നമുക്ക് തോന്നിയേക്കാം. അത്രയും ഭക്തജനങ്ങൾ കൊട്ടിയൂരിൽ ദർശനം നടത്തി. മുമ്പ് എങ്ങുമില്ലാത്ത രീതിയിൽ ഭക്തജന തിരക്ക് കൊട്ടിയൂരിൽ ഏറി വരികയാണ്. 28 ദിവസം നിത്യപൂജകളും കർമ്മങ്ങളും മുടങ്ങിക്കിടന്ന മുതിരേരിക്കാവിൽ ഭഗവാൻ തിരിച്ചെത്തുന്ന സന്തോഷത്തിലാണ് നാടും നാട്ടുകാരും. ഇവിടെ ഒരു ദിവസം വാള് പട്ടിണിക്കിടുക എന്ന ഒരു ചടങ്ങുണ്ട്. അത് കഴിഞ്ഞ് അടുത്ത ദിവസമാണ് പൂജകൾ ചെയ്ത് വാൾ ഇവിടെ നിന്നും പോയ ശേഷം വഴികളെല്ലാം കാട്ടുമുള്ളുകൾ ഉപയോഗിച്ച് അടച്ചു വെക്കും. നീണ്ട യാത്ര കഴിഞ്ഞ് തിരുമേനി മുതിരേരി കാവിലെത്തുമ്പോൾ തിരുമേനിക്ക് കാല് കഴുകാൻ വെള്ളം വെച്ചിട്ടുണ്ടാകും. പടിക്കെട്ടിന് മുകളിൽ നിന്ന് തിരുമേനി കാല് കഴുകി പടിക്കെട്ടുകൾ ശ്രദ്ധാപൂർവം ഇറങ്ങി മുതിരേരിക്കാവിലെ ശ്രീകോവിൽ ലക്ഷ്യമാക്കി നീങ്ങുന്നു. ഈ ചടങ്ങുകളെല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ഞാൻ ചെയ്ത കാഴ്ചകളാണ്. നിങ്ങൾ ഭക്തിയോടുകൂടി ഈ കാഴ്ചകളെല്ലാം കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ട്രാവൽ സിറ്റി 916 എന്ന ഈ ചാനലിൽ ഞങ്ങൾ മറ്റനേകം വീഡിയോകൾ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അതുകൂടി കാണാവുന്നതാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പരിചയക്കാർക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുവെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കമൻ്റായും എഴുതി അറിയിക്കുക. നിങ്ങൾ ഞങ്ങൾക്ക് തരുന്ന സപ്പോർട്ടുകളാണ് ഞങ്ങൾക്ക് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം നൽകുന്നത്. മുതിരേരിക്കാവിലെ ശ്രീകോവിലിനടുത്തെത്തി തിരുമേനി ശ്രീകോവിൽ തുറന്ന് അകത്ത് കടന്ന് വാള് ശ്രീകോവിലിൽ വെച്ച ശേഷം പുറത്തേക്കിറങ്ങിയ തിരുമേനി സാഷ്ടാംഗം പ്രണാമം ചെയ്ത് ഭഗവാനെ വിളിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ഇനി അടുത്ത വൈശാഖ മഹോത്സവത്തിന് വീണ്ടും കൊട്ടിയൂരിലേക്ക്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് മറ്റൊരു ചടങ്ങ് കൂടി ഇവിടെ ബാക്കിയുണ്ട്. ഭഗവാന്റെ സ്വർണ്ണ വെള്ളി ഭണ്ഡാരങ്ങൾ മണത്തണ കരിമ്പന ഗോപുരത്തിലേക്ക് തിരിച്ചെഴുന്നള്ളിക്കുന്ന കാഴ്ചകളാണ്. ഇനി അടുത്ത ഉത്സവത്തിന് മാത്രമേ കരിമ്പന ഗോപുരത്തിൽ നിന്നും ഈ ഭണ്ഡാരങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരികയുള്ളൂ. മണിത്തറക്ക് സമീപം ഭണ്ഡാര അറയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഇവയൊക്കെ പുറത്തെടുത്തു വെച്ച് കെട്ടി കൊണ്ടുപോകാനുള്ള സൗകര്യം ചെയ്തു വെക്കുന്നു. 28 നാൾ ഇവിടെ ആളും ബഹളവും ഒഴിഞ്ഞ സമയമില്ലായിരുന്നു. ഇന്നിപ്പോൾ ഈ മണിത്തറയും ഈ പരിസരങ്ങളും ഭക്തജനങ്ങൾ ഒഴിവായി അവകാശപ്പെട്ടവർ മാത്രം ബാക്കിയുണ്ട് ഇവിടെ. അവരും ഇപ്പോൾ ഭണ്ഡാരം കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടം ഒറ്റപ്പെടും. ഭഗവാന്റെ സ്വയംഭൂ
അഷ്ടബന്ധം കൊണ്ട് മൂടിവെച്ച് ഇവിടെ നിന്നും എല്ലാവരും പിൻവാങ്ങും. പിന്നീട് സതീപതിയും ഭഗവാനും മാത്രമുള്ള പുണ്യഭൂമി. വീണ്ടും അടുത്ത വർഷത്തെ ഉത്സവത്തിനായുള്ള കാത്തിരിപ്പിലാണ് ഭക്തജനങ്ങൾ. ഇതൊക്കെ ഇവിടെ നിന്ന് നിങ്ങളെ കാണിച്ചു തരുമ്പോൾ എനിക്ക് അതിയായ സങ്കടമുണ്ട്. എന്നാൽ അതിലേറെ സന്തോഷവുമുണ്ട്. ഈ കാഴ്ചകളൊക്കെ മനോഹരമായി ഷൂട്ട് ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞതിൽ ഉള്ള സന്തോഷം. കുട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ എല്ലാ ചടങ്ങുകളുടെ വീഡിയോ ഞങ്ങളുടെ ചാനലിലുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ അതുകൂടി കാണാവുന്നതാണ്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ കുട്ടിയൂരിൽ വരാത്തവരാണെങ്കിൽ എങ്ങനെയും വരാൻ ശ്രമിക്കുക. കാരണം അത്രയേറെ പവിത്രമായ ഈ പുണ്യഭൂമി ഭഗവാനെ ഒരിക്കലെങ്കിലും ദർശിക്കുക എന്നത് മഹാപുണ്യമാണ്. ഈ പ്രാവശ്യം ധാരാളം കർണാടക സ്വദേശികൾ ഇവിടെ ദർശനത്തിനെത്തിയിരുന്നു. വരും കാലങ്ങളിൽ ഒരുപാട് അന്യസംസ്ഥാന ഭക്തജനങ്ങൾ കൊട്ടിയൂരിലെത്തും. കൊട്ടിയൂരിൻ്റെ പ്രശസ്തി വാനോളം ഉയരുന്ന ഒരു കാഴ്ചയാണ് ഈ ഉത്സവകാലത്ത് നമ്മൾ കണ്ടത്. കാത്തിരിക്കാം നമുക്ക് മറ്റൊരു ഉത്സവകാലത്തേക്ക് ഭഗവാന്റെ പുണ്യവും ഭഗവാന്റെ അനുഗ്രഹവും മേടിക്കാൻ. അമ്മാറക്കൽ തറയിൽ പടിഞ്ഞീറ്റ നമ്പൂതിരി പൂജ ചെയ്യുന്ന ചടങ്ങുകളാണ് ഇനി കാണുന്നത്. കുടിപതികൾ മഞ്ഞൾ കൊണ്ട് കൊടുക്കും. ആ മഞ്ഞൾ അവർ തന്നെ നട്ട് വളർത്തി പൊടിച്ചെടുക്കുന്ന ശുദ്ധമായ മഞ്ഞളായിരിക്കണം. അല്ലാതെ കടയിൽ നിന്ന് മേടിക്കുന്ന പാക്കറ്റ് മഞ്ഞളോ കാര്യങ്ങളോ ആകരുത്. ശുദ്ധമായ മഞ്ഞൾ പിന്നെ കുടിപതികൾ പിന്നെ നട്ട് വളർത്തി പൊടിച്ച് കൊണ്ടുവരുന്ന മഞ്ഞൾ തിരുമേനിൻ്റെ കയ്യിലേക്ക് കൊടുക്കുന്നു. അത് കഴിഞ്ഞ് അത് പൂജ ചെയ്ത് അത് തന്നെ അവർക്ക് പ്രസാദമായി നൽകുന്നു.
ഹായ്, അങ്ങനെ എൻ്റെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ അവസാന ചടങ്ങുകളും കാഴ്ചകളും എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി എഴുതി അറിയിക്കാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ.